ഈ ലോകത്തിന്റെ ഏത് കോണിലും ഒരു ക്യാൻസർ പോലെ നമുക്കിടയിൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ അവരുണ്ട്. അവർ ഏത് നിമിഷവും നമുക്കിടയിലേക്ക് ചാടി വീഴാവുന്ന രീതിയിലാണ്. എന്ന് കരുതി BJP സർക്കാർ മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിൽ ആ വിഭാഗക്കാർക്കു തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിരിക്കുന്നത്. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും മെച്ചപ്പെട്ട കാലഘട്ടത്തിലേക്ക് അവരെ നയിച്ചു. വിനോദസഞ്ചാരികളെ എത്തിച്ചുകൊണ്ട് അവരുടെ ജീവിത മാർഗം മെച്ചപ്പെടുത്താനും വരുമാന മാർഗം മെച്ചപ്പെടുത്താനും സാധിച്ചു. അവരും നമ്മളെ പോലെ സുഖ സൗകര്യത്തിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നെ എന്തിനാണ് MA ബേബി പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ അതീവ ദുഃഖിതരാണെന്ന്? അവസരം മുതലെടുത്തതാണ് എന്ന് മനസ്സിലായി. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസും CPM-ഉം പിന്തുണ ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ സുരക്ഷാ വീഴ്ചയും കൊലപാതകങ്ങളും തീവ്രവാദവും എത്തരത്തിലായിരുന്നു എന്ന്. പക്ഷെ അതെല്ലാം തുടച്ചു നീക്കി രാജ്യത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് മോദിജിക്ക് കഴിഞ്ഞു എന്ന് അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അത് അവരുടെ അനുഭവമാണ്. തീവ്രവാദത്തിന്റെ പിന്നിലുള്ള ആശയത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഏത് സർക്കാരിനെ കൊണ്ട് സാധിക്കും? അതും വളരെ കുറച്ച് കാലയളവിൽ നിന്നുകൊണ്ട്. അതുതന്നെയാണ് BJP-യുടെ ആ നയതന്ത്രത്തെ തന്നെയാണ് ലോകം മുഴുവൻ നോക്കി കണ്ടതും ആദരിച്ചതും. അത് അവിടുത്തെ മുസ്ലിം വിഭാഗക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. വിമർശനമൊക്കെ ആവാം, പക്ഷെ അതിപ്പോഴല്ല വേണ്ടത്. ഇത് പാകിസ്ഥാനുകൾ ഇന്ത്യയിൽ തീവ്രവാദം നടത്തുമ്പോൾ മോദിയെയും സംഘികളെയും ചീത്ത വിളിക്കുക, മതം ചോദിച്ച് വെടിവെച്ച് കൊന്നവന് മതമില്ല എന്ന് പറയാ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, കോൺഗ്രസ് ആണ്, പ്രതിപക്ഷമാണ്, ഞങ്ങൾ ഇങ്ങനെ വേണം പ്രതികരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ചെളി വാരിയെറിയ. അത്തരത്തിലൊരു സമയം കളയാതെ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ പ്രവർത്തിച്ചാൽ ജനങ്ങളെങ്കിലും നിങ്ങൾക്ക് വില നൽകും. നാളികേരം വെയിൽ കൊണ്ടുണങ്ങുന്നത് വെളിച്ചെണ്ണയ്ക്കാണെന്ന് മനസ്സിലാവും. ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും വെയിൽ കൊള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. രാജ്യത്തിനെതിരായി നടക്കുന്ന തീവ്രവാദ ആക്രമണത്തിനെ പോലും അപലപിക്കാതെ അതിനെ വരെ വെള്ള പൂശുന്ന ഒരു പ്രതിപക്ഷം. മോള് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ സത്യവും വ്യക്തവുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. മോളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴത്തെ സർക്കാർ ആരാണോ അവരോട് ചോദിക്കാൻ പഠിപ്പിച്ചിരുന്നത് മോളുടെ മോദിജി ആയിരുന്നു. മോളുടെ മോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ UPA ഗവൺമെന്റിനെതിരെ മോദിജി ചോദിച്ച ശൂലം പോലത്തെ പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിലെ പല ചോദ്യങ്ങളുമാണ് ഇന്ന് പല ആൾക്കാരും ഇതേ ഗവൺമെന്റിനോട് മോദിജിനോട് ചോദിക്കുന്നത്. ആ വീഡിയോയുടെ ഒരു ക്ലിപ്പ് മാത്രം ഞാൻ താഴ്ത്ത് വെക്കുന്നുണ്ട്, മോക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. मैंने 30 सवाल उनको पूछा कि विदेशों से घुसपैठ जी आते हैं, घुसपैठ जी आतंकवादियों के रूप में आते हैं, आतंकवादी घटनाएं करते हैं, भाग जाते हैं। प्रधानमंत्री जी आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, BSF सेना सब आपके हाथ में है, नेवी आपके हाथ में है, ये विदेश से घुसपैठ के कैसे घुस जाते हैं? आतंकवादी विदेशों से यहाँ कैसे घुस जाते हैं? आप जवाब दीजिए। व्यवस्था आपके पास है, उनके पास जवाब नहीं था। मैंने चौथा सवाल पूछा, मैंने उनसे पूछा प्रधानमंत्री जी बताइए, सारा कम्युनिकेशन भारत सरकार के अंडर में है। ഈ ചോദ്യങ്ങൾ മോള് കേട്ടു, കണ്ടു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ ചോദിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ മോദിജിയാണ്. നമ്മുടെ നാട്ടിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഭീകരവാദികൾ നമ്മുടെ നാട്ടിൽ എന്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും മോദിജി അന്ന് ചോദിച്ച പോലെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ മിലിറ്ററി എന്തേ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലല്ലേ? നമ്മുടെ നാട്ടിലെ വ്യോമയാനം മോദിജിയുടെ കയ്യിലല്ലേ? നമ്മുടെ നാട്ടിലെ നേവി മോദിജിയുടെ കയ്യിലല്ലേ? നമ്മുടെ നാട്ടിലെ മിലിറ്ററി ഫോഴ്സും നമ്മുടെ നാട്ടിലെ ഇൻ്റലിജൻസും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിക്കേഷനും സൈബർ വിങ്ങും എല്ലാം നമ്മുടെ മോദിജി കേന്ദ്ര സർക്കാർ വിശ്വപുരുഷൻ്റെ കയ്യിലല്ലേ? അപ്പം അന്ന് മോദിജി ചോദിച്ച ചോദ്യങ്ങൾ തിരിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് തിരിച്ച് മോദിജിനോട് ചോദിക്കാമല്ലോ അല്ലേ? ഇനി മോദിജി ഒരിക്കലല്ല ചോദിച്ചത്. അന്ന് 2008 നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് അന്ന് ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ ആളുകളുടെ അവിടുത്തെ പൊട്ടിയ ബോംബിന്റെ പുക അടങ്ങുന്നതിന് മുമ്പ് മോദിജി അന്ന് അവിടെ പോയിട്ട് അതിന്റെ മുമ്പിലിരുന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതോടെ മോള് കാണും. कल प्रधानमंत्री जी का राष्ट्र के नाम जो संदेश था, कल मैंने भी मीडिया का माध्यम से अपनी भावनाओं को प्रकट किया था, लेकिन देश को प्रधानमंत्री से बहुत कुछ अपेक्षाएं थी। कल राष्ट्र के नाम उनका संदेश निराशाजनक रहा। पहली बार पाकिस्तान ने समुद्री मार्ग से आतंकवाद के ऑपरेशन का कारण बना है। മോളെ, ഇതായിരുന്നു മോദിജി അന്ന് വീണ്ടും അന്നത്തെ UPA സർക്കാരിനോട് ചോദിച്ചത്. ഇനി അതും കഴിഞ്ഞ് 2018 മോദിജി തന്നെ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രസംഗത്തിൽ വീണ്ടും 10 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു ആക്രമണം, മുംബൈ ആക്രമണത്തിനെതിരെ വീണ്ടും മോദിജി അന്ന് 10 കൊല്ലം മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് അന്നത്തെ മേഡം ജിനോടാണ് ചോദിച്ചത്. മേഡം എന്ന് പറഞ്ഞ സോണിയാഗാന്ധി താക്കോല് കൊടുത്ത് വിടുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നത്, മൻമോഹൻ ജി.
അയാളോണ്ടും ഈ പറഞ്ഞ മാഡം ജിനോടും മോദിജി വീണ്ടും പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതുപോലൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഒന്ന് കേട്ട് നോക്കാം. जब दिल्ली में मैडम का राज चलता था, रिमोट कंट्रोल से चलता था, जब महाराष्ट्र में कांग्रेस की सरकार थी, महाराष्ट्र में भी कांग्रेस की सरकार, दिल्ली में भी कांग्रेस की सरकार, और ये 26/11 मुंबई में आतंकवादियों ने हमला करके हमारे अनेक देश के नागरिकों को, देश के जवानों को आतंकवादियों ने गोलियों से भून दिया था. भाइयों बहनों, അപ്പം മോക്ക് മനസ്സിലായല്ലോ, മോദിജി ഒരിക്കലല്ല 2 വട്ടമല്ല 3 വട്ടമല്ല ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത്. അതായത് ഒരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണം ആരാണോ, ആ രാജ്യത്തിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി ആരുടെ കയ്യിലാണോ, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ മോദിജിയും നമ്മുടെ അമിത്ഷാജിയും നമ്മുടെ രാജ്നാഥ് സിംഗും ഒക്കെ ഇതിന് ഉത്തരം പറയാൻ അവർ എന്നും ബാധ്യസ്ഥരാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അവരെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി മോളെപ്പോലത്തെ പല ആൾക്കാരും വരും. അത് മോളുടെ ചോരയിലോ അല്ലെങ്കിൽ മോളുടെ തലയിലോ ഇവിടെയൊക്കെ ആ ഒരു സംഗീസം, ഒരു ചാണക സംഗീസം ഉള്ളത് കൊണ്ട് മാത്രം മോൾക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്. മോൾ ഒരിക്കൽ കൂടെ ഈ മോദിജി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്ത് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മോദിജിനോട് നമുക്ക് വേറെ എന്ത് ചോദിക്കാനാ? സൗദിയിലെ പൊടിക്കാറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലെ തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, റഷ്യയിലെ റോഡുകളൊക്കെ സൂപ്പറായിരുന്നോ, ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലേ? ഇതൊക്കെ എന്നല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. പക്ഷേ ഈ ചോദ്യങ്ങൾ കേൾക്കാൻ നമ്മൾ മോദിജി അങ്ങ് സൗദിയിൽ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പം ആളുകൾ വിചാരിച്ചു ഈ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ മോദിജി വന്നാന്ന്. ഇല്ല, മോദിജി നേരെ പോയത് ബീഹാറിലോട്ടാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാഗമാവാനാണ് മോദിജി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോദിജിയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വെട്ടിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാല് വിറച്ച് മൂത്രം വെച്ചിട്ട് കാര്യമില്ല, അത് നേരിടാൻ പറ്റണം. അത് പത്രക്കാരുടെ പത്രസമ്മേളനത്തിന് മുമ്പിലാണെങ്കിലും ഈ നാട്ടിലെ സാധാരണ പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലാണെങ്കിലും സാധാരണ ആൾക്കാരും ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളെ കേട്ട് പേടിച്ച് പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുന്ന ഒരു ചരിത്ര പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരേ ഒരാൾക്കേ ഉള്ളൂ. അതാണ് നിങ്ങളെ കയ്യിൽ കൊണ്ട് നടക്കുന്ന വിശ്വപുരുഷ വിശ്വഗുരു മഹാനായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ജി മോദി. ഓക്കെ.